ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5-നകത്ത് 2 പാർട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനും മെമ്മറി സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 5-നകത്ത് കുറേ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, കുറച്ചുകൂടി ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തൊട്ട് മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിക്കോണം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസസ് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണ്. നമ്മൾ മൊഡ്യൂൾ 1-നകത്ത് ഫങ്ഷണൽ യൂണിറ്റ്സ് പഠിച്ചപ്പം കണ്ടായിരുന്നു ഇൻപുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡാറ്റ കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസസ് ത്രൂ ആയിരിക്കും. കമ്പ്യൂട്ടറിൽ നിന്ന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലേക്ക് പുറത്തേക്ക് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് ത്രൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ടൊരു ടാസ്ക് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്, പ്രോഗ്രാം ത്രൂ അല്ലേ. പ്രോഗ്രാം എഴുതി അത് മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ച് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഓരോ ടാസ്കുകൾ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ നമ്മൾ എങ്ങനെയാണ് മെമ്മറിയിലേക്ക് സേവ് ചെയ്യുന്നത് അല്ലെ, കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് കീബോർഡിലൂടെ ടൈപ്പ് ചെയ്തിട്ട് അല്ലേ. ഇനി കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട്സ് എങ്ങനെയാണ് നമുക്ക് തരുന്നത്, ഔട്ട്പുട്ട് ഡിവൈസിലൂടെ. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്, പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്, സ്കാനറും ജോയ്സ്റ്റിക്കും മോണിറ്ററും ഒക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിളാണ്. ദെൻ പെരിഫറൽ ഡിവൈസസ്. എന്താണ് പെരിഫറൽ ഡിവൈസ്? an external device that connects to a computer to expand its capabilities. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിനെയും എന്തിനായിരിക്കും ഈ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അതിനുവേണ്ടിയായിരിക്കും നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസസ് യൂസ് ചെയ്യുക. ഈ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസസിനെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് വിളിക്കുന്നത്, സെയിം ആസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ, അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് പെരിഫറൽസ് ഒക്കെ എക്സ്റ്റേണലായിട്ട് CPU-ന് പുറത്തായിരിക്കും, എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു കൺസെപ്റ്റാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ ഒരു CPU-വും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് ത്രൂ ആയിരിക്കും നടക്കുന്നത്. കാരണം CPU-ന് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം ഇവർ തമ്മിൽ കുറേ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ CPU എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ഡിവൈസാണ്. അതേസമയം നമ്മൾ കണക്ട് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്നൊക്കെ പറയുന്നത് അത്ര ഫാസ്റ്റ് ആയിരിക്കത്തില്ല. CPU-നെ കമ്പയർ ചെയ്ത് നോക്കുമ്പം വളരെ സ്ലോ ആയിരിക്കും ഈ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഡ് മിസ്മാച്ച് എപ്പോഴും കമ്മ്യൂണിക്കേഷനിലൊരു പ്രശ്നമാണ്. അപ്പോൾ രണ്ട് സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെർഫോമൻസ് കുറയും, സിങ്ക്രണൈസേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ സ്പീഡ് മിസ്മാച്ച് കാരണം നമുക്ക് ഡാറ്റ ലോസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ CPU-യും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും തമ്മിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലതിന് കുറേ കാരണങ്ങളുണ്ട്. ഇനിയിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ അവിടെ ഡാറ്റ ലോസ് സംഭവിക്കും, പെർഫോമൻസ് കുറയും. കാര്യം CPU ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ നോട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കാം, ഞാൻ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്പീഡിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റായിട്ട് അത് എഴുതിയെടുക്കാൻ പറ്റും അല്ലേ. ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് മൊത്തം എഴുതിയെടുക്കാനായിട്ട് പറ്റും, കംപ്ലീറ്റ് ആവും നോട്ട്. അതേസമയം ഞാൻ നല്ല സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് സ്പീഡിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേർഡ്സും അതുപോലെ തന്നെ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സായിപ്പോവും. അപ്പോൾ ഫൈനലി ആ നോട്ട് നോക്കുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ മിസ്സായിപ്പോവും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ സ്പീഡ് മിസ്മാച്ച്. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പീഡുണ്ട് അല്ലെ, നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡുണ്ട്. അതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ഞാൻ ഡാറ്റ തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതേ സ്പീഡ് മിസ്മാച്ച് ഇവിടെ നമുക്ക് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അത്രയും സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യണം, അത് നടക്കില്ല. അല്ലെങ്കിൽ CPU വെയിറ്റ് ചെയ്യണം. അങ്ങനെ CPU വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് കുറയും അല്ലേ. കാരണം എന്താണ്, കുറേ CPU സൈക്കിൾസ് നമുക്ക് വേസ്റ്റായി പോകും, കുറേ സമയം വെറുതെ CPU ഐഡിലായിട്ടിരിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ സ്പീഡിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കീബോർഡിൽ നമ്മൾ പ്രോഗ്രാമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ 2 സക്സസീവ് ക്യാരക്ടർ എൻട്രീസ്, അതായത് 2 നമ്മളിങ്ങനെ ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാണ്. അപ്പോൾ 2 ക്യാരക്ടേഴ്സ് നമ്മൾ പതുക്കെയാണ് ചെയ്യുക അല്ലേ, നമ്മൾ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യുന്ന ആ ഒരു സക്സസീവ് എൻട്രീസിൻ്റെ ബിറ്റ്വീനുള്ള ടൈം, ആ ഒരു ചെറിയ ടൈം എന്ന് പറയുന്നത് പ്രോസസ്സർ ആ സമയം കൊണ്ട് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. ഇപ്പോൾ മനസ്സിലായില്ലേ പ്രോസസ്സറിൻ്റെ സ്പീഡ് എന്താണെന്ന്. അപ്പം നമ്മൾ 2 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യുന്ന ഒരു ഗ്യാപ്പിൽ പ്രോസസ്സർ മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സ്പീഡ് മിസ്മാച്ച് മനസ്സിലായില്ലേ. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ,
input-output devices cannot directly communicate with CPU due to various differences between them. The input-output interface resolve these differences. അപ്പോൾ ഈ സ്പീഡ് മിസ്മാച്ചും ഇവർ തമ്മിലുള്ള ഡിഫറൻസും ഒക്കെ റിസോൾവ് ചെയ്യുന്ന ഒരു മീഡിയേറ്ററാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സി പി യുവിൻ്റെ സൈഡിൽ എന്താ ഉള്ളത്? മെമ്മറിയും പിന്നെ സി പി യു രജിസ്റ്റേഴ്സുമാണുള്ളത് അല്ലേ? സി പി യു സൈഡിൽ അതാണ്. സി പി യു എന്ന് പറയുമ്പോഴത്തേക്കിന് അതാണ്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം മെയിൻലി ഏതൊക്കെ തരത്തിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? മെമ്മറി ആൻഡ് സി പി യു രജിസ്റ്റേഴ്സും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും തമ്മിലായിരിക്കും എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് പ്രൊവൈഡ്സ് എ മെത്തേഡ് ഫോർ ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഇൻറ്റേർണൽ സ്റ്റോറേജ് ആൻഡ് എക്സ്റ്റേണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? സി പി യുവിനുള്ളിലെ മെമ്മറി ആൻഡ് സി പി യു രജിസ്റ്റേഴ്സ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രോസസ്സർ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, സി പി യുവും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. സി പി യുടെ ഇൻറ്റേർണൽ സ്റ്റോറേജും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഡിഫറൻസുകളെ പറ്റി ഇനി പറയാം. ഒന്നാമത്തത് പെരിഫറൽസ് ആർ ഇലക്ട്രോ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസ്. നമ്മൾ കണക്ട് ചെയ്യുന്ന പെരിഫറൽസ് ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസും ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസും ആയിരിക്കും. അതേസമയം നമ്മുടെ സി പി യു എന്ന് പറയുന്നത് ദേ ആർ ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പോൾ ഇവർ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു സിഗ്നൽ കൺവേർഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു ഭാഷയിൽ ഞാൻ വന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? നിങ്ങൾക്ക് അറിയാത്തൊരു ഭാഷയിൽ ഞാൻ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഇവർ രണ്ടാളുകളും ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് പലതരത്തിലാണ്. അപ്പോൾ സിഗ്നൽ കൺവേർഷൻ വേണം. ഇപ്പം നമ്മൾ അറിയാത്തൊരു ഭാഷയിൽ ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പം നമ്മൾ പറയുന്ന കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ അത് പ്രസൻറ്റ് ചെയ്തോളും. അതുപോലെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ rate of peripherals is usually slower than the transfer rate of CPU. ഞാൻ പറഞ്ഞായിരുന്നു സ്പീഡ് മിസ്മാച്ച്. സി പി യു വളരെ ഫാസ്റ്റാണ്, അതേസമയം പെരിഫറൽസ് സ്ലോ ആണ്. അവിടെ നമ്മൾ സിങ്ക്രണൈസേഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഡാറ്റ ലോസ്, പെർഫോമൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദെൻ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ പെരിഫറൽസിൽ ഉപയോഗിക്കുന്ന ഫോർമാറ്റുകളും ഡാറ്റ കോഡ്സും ആയിരിക്കത്തില്ല സി പി യുയിൽ ഉപയോഗിക്കുന്നത്. സി പി യുയിലെ വേർഡ് ഫോർമാറ്റും ഈ പറയുന്ന കാര്യങ്ങളും മെമ്മറിയുടെ വേർഡ് ഫോർമാറ്റും ഒന്നും പെരിഫറൽ ഡിവൈസിൻ്റെ ഫോർമാറ്റ്സുമായിട്ട് മാച്ച് ആവണം എന്ന് ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. ദെൻ നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ദ ഓപ്പറേറ്റിംഗ് മോഡ്സ് ഓഫ് പെരിഫറൽസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അപ്പം നമ്മളൊരു സി പി യു ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരൊറ്റ പെരിഫറൽ ഡിവൈസ് ആണോ? അല്ല, വാരിയസ് പെരിഫറൽ ഡിവൈസസ് അറ്റ് എ ടൈം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ പെരിഫറൽ ഡിവൈസും ഓരോ തരത്തിലുള്ളതാണ്. അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ, ഒരു പെരിഫറൽ ഡിവൈസിൻ്റെ ഓപ്പറേഷൻ മറ്റുള്ള പെരിഫറൽ ഡിവൈസിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പാടില്ല. ആ രീതിയിൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 4 കാരണങ്ങൾ കൊണ്ട്, ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളും കുറേ ഡിഫറൻസുകൾ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്താ? സിഗ്നൽ കൺവേർഷൻ ചെയ്യണം, സിങ്ക്രണൈസേഷൻ ചെയ്യണം, വേർഡ് ഫോർമാറ്റ് മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യണം. പിന്നെന്താണ് പറയുന്നത്, ഈ പലതരത്തിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ നമ്മൾ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കുറേ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ, അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു പ്രോസസ്സറും വാരിയസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ട് IO ഡിവൈസ്, ഇനി IO ഡിവൈസ് എന്നാണ് പറയുന്നത്. IO ഡിവൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോസസ്സറുണ്ട്, നമുക്ക് 1, 2, 3, 4 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട്. കീബോർഡ് ആൻഡ് ഡിസ്പ്ലേ ടെർമിനൽ, പ്രിൻ്റർ, മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്. ഓക്കെ, അപ്പോൾ പ്രോസസ്സറും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോസസ്സർ ആണെങ്കിൽ അതും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്തിനെ നമ്മൾ എപ്പോഴും ബസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പാത്തിനെ നമ്മൾ IO ബസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് IO ബസ്. ഈ 3 ലൈൻസ് ഇൻക്ലൂഡ് ആവുന്ന ഈ ഒരു ബസ്സിനെയാണ് നമ്മൾ IO ബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ബസ്സിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും?
അഡ്രസ് ലൈൻസ് ഉണ്ടാവും, ഡാറ്റ ലൈൻസ് ഉണ്ടാവും, കൺട്രോൾ ലൈൻസ് ഉണ്ടാവും അല്ലേ. ഡാറ്റ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. ബസ് എന്ന് പറയുമ്പോൾ ലൈൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ബസ്. അപ്പോൾ ഡാറ്റ ബസ് എന്ന് പറയുന്നത് ഡാറ്റ ലൈൻസിൻ്റെ ഒരു കളക്ഷൻ, അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ലൈൻസിൻ്റെ ഒരു കളക്ഷൻ, കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ലൈൻസിൻ്റെ ഒരു കളക്ഷൻ. അപ്പോൾ ഇത് മൂന്നും അടങ്ങുന്നതാണ് IO ബസ്, ബണ്ടിൽ ഓഫ് ലൈൻസ്. ഓക്കെ, അപ്പം അത് പ്രോസസ്സറും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, പ്രോസസ്സറിൽ നിന്ന് വരുന്ന ഡാറ്റ ബസ്സും അഡ്രസ് ബസ്സും കൺട്രോൾ ബസ്സും എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണ്. ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണോ? അല്ല, പകരം ഒരു ഇൻ്റർഫേസ് ത്രൂ ആയിരിക്കും ഈ കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനും ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും. അപ്പോൾ പ്രോസസ്സർ ബസ്സിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ കിട്ടുന്നത് ഈ ഇൻ്റർഫേസിലേക്കായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, IO ബസ്സിലെ ഡാറ്റ ലൈൻസും അഡ്രസ് ലൈൻസും കൺട്രോൾ ലൈൻസും ഇൻ്റർഫേസിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ ഇൻ്റർഫേസിലേക്കും ഈ ഡാറ്റ, കൺട്രോൾ ആൻഡ് അഡ്രസ് ലൈൻസ് കണക്റ്റഡ് ആയിരിക്കും, കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി പ്രോസസ്സറിന് ഫോർ എക്സാമ്പിൾ ഈ മാഗ്നറ്റിക് ഡിസ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പം ഈ പ്രോസസ്സർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, സിംപിളി പറയുകയാണെങ്കിൽ പ്രോസസ്സർ ഈ മാഗ്നറ്റിക് ഡിസ്കിൻ്റെ അഡ്രസ്സിനെ ഈ അഡ്രസ് ലൈനിൽ വെക്കും. എന്ന് വെച്ചാൽ അഡ്രസ് ലൈനിൽ അഡ്രസ്സ് അവൈലബിൾ ആക്കും. ആരുടെ അഡ്രസ്സ്? മാഗ്നറ്റിക് ഡിസ്കിൻ്റെ, നമ്മുടെ ഈ മൂന്നാമത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ അഡ്രസ്സ് അവൈലബിൾ ആക്കും. അപ്പോൾ ഈ അഡ്രസ് ലൈൻ എല്ലാ ഇൻ്റർഫേസിലേക്കും കണക്റ്റഡ് ആണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഈ എല്ലാ ഇൻ്റർഫേസിനും ഈ അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഈ 4 ഇൻ്റർഫേസ് നോക്കും, ഇതാരുടെ അഡ്രസ്സാണെന്ന് നോക്കുമ്പോൾ ഈ ഇൻ്റർഫേസിന് മനസ്സിലാകും ഇത് അതിൻ്റെ അഡ്രസ്സാണെന്നത് റെക്കഗ്നൈസ് ചെയ്യും. സോ ഈ ഇൻ്റർഫേസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഒരു പാത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. അതായത് ഈ പ്രോസസ്സർ ബസ്സിൽ നിന്ന് മാഗ്നറ്റിക് ഡിസ്കിലേക്കുള്ള പാത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. ബാക്കിയുള്ള ഇൻ്റർഫേസ് നോക്കുമ്പോൾ അവരവരുടെ അഡ്രസ്സ് അല്ല അഡ്രസ് ബസ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ ബാക്കിയുള്ള ഇൻ്റർഫേസുകൾ ഈ ഒരു പാത്തിനെ ഡിസേബിൾ ചെയ്യും. ഓക്കെ, ഇനി പ്രോസസ്സറിന് എന്ത് ഡാറ്റയാണോ മാഗ്നറ്റിക് ഡിസ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, മാഗ്നറ്റിക് ഡിസ്കിലേക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ഡാറ്റയാണോ സേവ് ചെയ്യാനുള്ളത് ആ ഡാറ്റയെ ഡാറ്റ ലൈൻസിൽ അവൈലബിൾ ആക്കും. ദെൻ കൺട്രോൾ സിഗ്നൽസ് ഈ കൺട്രോൾ ലൈൻസിലൂടെ ഇഷ്യൂ ചെയ്യും. റീഡ് ആണോ, റൈറ്റ് ആണോ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് റിലേറ്റഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ലൈൻസിലൂടെയും കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും പ്രോസസ്സറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി ഈ ഇൻ്റർഫേസിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്ത ഡയഗ്രത്തിൽ നോക്കിക്കേ, ആ ഡയഗ്രം തന്നെയാണ് കുറച്ചുകൂടെ ഇൻ്റർഫേസിനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് കൊണ്ട് ഒരു ഇൻപുട്ട് ഡിവൈസ്, നേരത്തെ പോലെയല്ല, ഇവിടെ ഒരു ഒറ്റ ഇൻപുട്ട് ഡിവൈസേ കാണിച്ചിട്ടുള്ളൂ. ഇൻപുട്ട് ഡിവൈസ് കൊണ്ട് ദെൻ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. ഇൻ്റർഫേസ് വലുതാക്കി കാണിച്ചിരിക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇൻ്റർഫേസിനകത്ത് കുറേ കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് കാണുന്നുണ്ട്? അഡ്രസ് ഡിക്കോഡർ, കൺട്രോൾ സർക്യൂട്ട് ആൻഡ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസിനകത്തുള്ള ആദ്യത്തെ കമ്പോണൻ്റ് ആണ് അഡ്രസ് ഡിക്കോഡർ. എന്തിനായിരിക്കും അഡ്രസ് ഡിക്കോഡർ? ഞാൻ പറഞ്ഞായിരുന്നു, അഡ്രസ് ലൈനിൽ അഡ്രസ്സ് വരുന്ന സമയത്ത് ഈ ഇൻ്റർഫേസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അവനവൻ്റെ അഡ്രസ്സ് ആണോ വന്നിരിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആരാണ്? ഇൻ്റർഫേസ് ആണ്. ഈ ഒരു ടാസ്ക് ചെയ്യുന്ന ഇൻ്റർഫേസിനുള്ളിലെ ആളാണ് അഡ്രസ് ഡിക്കോഡർ. സോ അഡ്രസ് ഡിക്കോഡർ enables the device to recognize its address when this address appears on the address lines. അഡ്രസ് ലൈൻസിൽ ആ അഡ്രസ്സ് വരുന്ന സമയത്ത് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എൻ്റെ അഡ്രസ്സാണ് വന്നത് എന്ന് ആ ഒരു പാത്താണ് എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ആളാണ് അഡ്രസ് ഡീകോഡർ. ഇനി ഇപ്പുറത്തൊരു ഡാറ്റ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്. ഡാറ്റ രജിസ്റ്ററും സ്റ്റാറ്റസ് രജിസ്റ്ററും. ഇതിനകത്ത് ഡാറ്റ രജിസ്റ്ററിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഹോൾഡ്സ് ദ ഡാറ്റ ബീങ് ട്രാൻസ്ഫർഡ് ടു ഓർ ഫ്രം ദ പ്രോസസ്സർ. അല്ലേ, ഇവിടെ ഒരു പ്രോസസ്സറുണ്ട്. പ്രോസസ്സർ ഇവിടെ വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പ്രോസസ്സറും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് വഴി. അപ്പോൾ പ്രോസസ്സറിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഡാറ്റ ചിലപ്പോൾ ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കായിരിക്കും ഡാറ്റ റീഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്താണേലും ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡേറ്റ ഉണ്ടല്ലോ, ആ ഡേറ്റയെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന രജിസ്റ്ററാണ് ഡാറ്റ രജിസ്റ്റർ. ദെൻ സ്റ്റാറ്റസ് രജിസ്റ്റർ കൂടിയുണ്ട്. ദി സ്റ്റാറ്റസ് രജിസ്റ്റർ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ റെലവൻറ്റ് ടു ദ ഓപ്പറേഷൻ ഓഫ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ ഓപ്പറേഷൻ
ഇതിൻ്റെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു രജിസ്റ്ററാണ് സ്റ്റാറ്റസ് രജിസ്റ്റർ കേട്ടോ. ഈ 2 രജിസ്റ്റേഴ്സ് ഒന്നിച്ചാണ് ഇവിടെ ഒരു കമ്പോണൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡാറ്റ രജിസ്റ്റർ എന്തിനാ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റയെ ഹോൾഡ് ചെയ്ത് വെക്കാൻ. ദെൻ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്തിനാണ്? ഇൻസൈഡ് ദിസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അതിൻ്റെ ഓപ്പറേഷൻസിനെ കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുക അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രജിസ്റ്ററാണ് സ്റ്റാറ്റസ് രജിസ്റ്റർ. പിന്നെ ഒരു കമ്പോണൻറ്റ് കൂടിയുണ്ട് നമുക്ക്, കൺട്രോൾ സർക്യൂട്ട്. ഈ ഹോൾ പ്രോസസ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് കൺട്രോൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് കൺട്രോൾ സർക്യൂട്ട് റിക്വയർഡ് ടു? കൺട്രോൾ സർക്യൂട്ട് എന്തിനാ? ഇറ്റ്സ് റിക്വയർഡ് ടു കോർഡിനേറ്റ് ദ IO ട്രാൻസ്ഫേഴ്സ് between processor and this input device. Okay, അപ്പോൾ ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും ഇൻപുട്ട് IOയും IO ഇൻ്റർഫേസ്. അപ്പോൾ ഈ IO ഇൻ്റർഫേസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഡിഫറൻസുകളെ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. ഓക്കെ,